നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കടലിൽ കുറേ ക്യാഷുണ്ട്. അത് മീനായിട്ടും മണലായിട്ടും ധാതുവായിട്ടും ഉണ്ട്, ഓയിലുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കുഴിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ എക്കോണമി വികസിപ്പിക്കണം. പച്ചയ്ക്ക് അത് തന്നെയാണ് പറയുന്നത്. അതിൽ എക്കോളജിക്കൽ കൺസേൺ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. എന്ന് മാത്രമല്ല, ഈ ധാതുമണൽ ഖനനത്തിന് അനുമതി കൊടുക്കേണ്ടതാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്. ഈ പരിസ്ഥിതി മന്ത്രാലയത്തിന് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് വല്ല പഠനവുമുണ്ടോ? ഈ കടലിൽ കിടക്കുന്ന ഡാമിലെ മണൽ എടുത്ത് വിൽക്കാം എന്ന് പണ്ട് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. ഡാമിൽ കുറേ അധികം എക്കൽ വന്നടിഞ്ഞിട്ടുണ്ട്, അവിടെ ഡാമുകളുടെ സംഭരണശേഷി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ മണൽ കോരിയെടുത്താൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം. അങ്ങനെ കോരുകയും ചെയ്തു. കേരളത്തിലെ പല ഡാമുകളും കോരി. ആ മണൽ ഉപയോഗയോഗ്യമായിരുന്നില്ല. അതിൽ കൂടുതൽ ചെളിയാണ്, എക്കലാണ് ഉണ്ടായിരുന്നത്. ആ മണൽ ശുചീകരിക്കാൻ തന്നെ ആ മണലിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ആ പദ്ധതി പാളിപ്പോയതാണ്. ഇതിനെന്തെങ്കിലും ടെസ്റ്റ് നടന്നിട്ടുണ്ടോ? നമ്മുടെ കേരള തീരത്തെ മണൽ ഖനനം ചെയ്തെടുക്കാം, അങ്ങനെ കുഴിച്ചെടുത്ത് അത് നിർമ്മാണത്തിന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് ആ മണൽ ഉണ്ടാവുക? അത് നിർമ്മാണ പ്രവർത്തനത്തിന് യോഗ്യമായിരിക്കുമോ? മറ്റ് പലയിടത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കേരള തീരത്തെ മണൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം കേരള തീരത്തെ മണലിൽ കൂടുതൽ എക്കലുള്ളതാണ്, അത് ധാതുക്കളുണ്ട്. മാത്രമല്ല, ഈ ഖനനം നടത്തുമ്പോൾ ഈ കടൽ ജലം കലങ്ങി മറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടോ? അത് പാടില്ല എന്നിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ മറൈൻ പഠന വിഭാഗം പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ കലങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സൂര്യപ്രകാശം വെള്ളത്തിനടിയിലേക്ക് ചെല്ലില്ല. സൂര്യപ്രകാശം കടലിൻ്റെ അടിയിലെ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഷാലോ ആയിട്ടുള്ള വാട്ടറാണല്ലോ, തീരത്തോട് ചേർന്നാണ്. അപ്പോൾ ആ പ്രദേശത്ത് മുഴുവൻ എക്കോളജി നശിക്കുകയാണ്, സകല ജീവജാലങ്ങൾ നശിക്കുകയാണ്, മീനില്ലാതാവുകയാണ് എന്നാണ് ആ പറയുന്നതിനർത്ഥം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ നയം, ആ നയം പാർലമെൻറ്റ് ചർച്ച ചെയ്തപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എക്സെപ്റ്റ് പ്രേമേന്ദ്രൻ. സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഈ കടൽ മണൽ ഖനനത്തിനെതിരെ മുഖ്യമന്ത്രി എന്തുകൊണ്ടും മിണ്ടില്ല എന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ചോദിക്കുന്നുണ്ട്. ഒരക്ഷരം എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ആ ചോദ്യം പ്രസക്തമാണ്. ഇതേക്കുറിച്ച് ആകെ ചെയ്തത് വ്യവസായ വകുപ്പ് സെക്രട്ടറി ഒരു കത്തെഴുതാണ് കേന്ദ്രത്തിന്. അന്നും അങ്ങനെയായിരുന്നു. ഈ ഡ്രാഫ്റ്റ് വന്ന സമയത്ത്, ഈ നിയമ ഭേദഗതി വരുന്ന സമയത്ത് വ്യവസായ മന്ത്രി രാജീവ് ഒരു കത്തെഴുതി കേന്ദ്രത്തിന്. അതല്ലാതെ ഒരു വാക്കാലൊരു കാര്യം പറയുകയോ പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയോ മിണ്ടുന്നില്ല അതേക്കുറിച്ച്. അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഒരു ദുരൂഹമായ മൗനം സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലുണ്ട്. ഇത് കേവലം കടൽമണൽ ഖനനത്തിൻ്റെ മാത്രം വിഷയമല്ല. ഈ തീരപ്രദേശത്തിൻ്റെ അവകാശം സംസ്ഥാനങ്ങൾക്കില്ല, അതിൻ്റെയൊക്കെ അവകാശം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ ഫെഡറലിസം മൊത്തം തകർത്തുകൊണ്ട് ഇതിനൊരു തരം ഒരു ടോട്ടലിറ്റേറിയൻ രാജ്യമാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിയമ ഭേദഗതികളിലൂടെ. അപ്പോൾ ഇത് കേവലം കടൽമണൽ ഖനനത്തിൻ്റെ മാത്രം വിഷയമല്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ മാത്രം വിഷയമല്ല, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ കൂടി പ്രശ്നമാണ്.